വ്യത്യസ്തമായി നാം വാഴ്ത്തപ്പെടും. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 12-ാമത്തെ വാക്യം. ആശയിൽ സന്തോഷിപ്പിൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനമാണ്. ആശയിൽ സന്തോഷിപ്പിൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ, തുടർന്ന് താഴോട്ട് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. ഹല്ലേലൂയ. അത് ഞാൻ സംസാരിക്കുന്ന ദൈവത്തിനം എന്ന് പറയുന്നത് ആശയിൽ സന്തോഷിപ്പിൻ എന്നുള്ളതാണ്. നമുക്കറിയാം, റോമാലേഖനം തൊട്ട് തുടർന്നങ്ങോട്ടുള്ള ലേഖനങ്ങളൊക്കെ, ഇബ്രായ ലേഖനം വരെയൊക്കെ പൗലോസ് എഴുതിയതാണ്. പൗലോസിൽ കൂടെ പരിശുദ്ധാത്മാവ് ഒരു ദൈവത എഴുതിക്കുമ്പോൾ പിതാക്കന്മാരുടെ ജീവിതാനുഭവമായിട്ട് ഒരുപാട് ബന്ധം, അതിനകത്ത് ഒരുപാട് ദൈവിക മർമ്മം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ നമ്മൾ പ്രാർത്ഥനയോടെ വായിക്കുമ്പോഴാണ് ഈ ആശയിൽ സന്തോഷിക്കുക എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് നമുക്കും വളരെ സന്തോഷിക്കാൻ കഴിയുള്ളൂ. പ്രൈസലോ. ആശയിൽ സന്തോഷിക്കുക, അതിനകത്ത് വിശ്വാസമുണ്ട്. ആശയിൽ സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് വിശ്വാസം ഉണ്ട്. പ്രൈസലോ. അതുകൊണ്ട് എബ്രായ ലേഖനം 11-ന്റെ പറയുന്നത് വിശ്വാസം എന്നതും ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നു. അതുകൊണ്ട് ആശയിൽ എന്തിനും സന്തോഷിക്കണം. പ്രൈസലോ. ഹല്ലേലൂയ. വിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ അതിനകത്ത് ഒരുപാട് സാഹചര്യങ്ങൾ ദൈവം നമുക്ക് നൽകുന്നുണ്ട്. അപ്പൊ നിങ്ങളും ആശയിൽ സന്തോഷിക്കുന്നവരായി തീരണം. പ്രൈസലോ. ഈ ആശയിൽ സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് അബ്രഹാമിനെയാണ് ഇവിടെ കൊണ്ടുവരാൻ കഴിയുന്നത്. ഹല്ലേലൂയ. റോമാലേഖനം 4-ാം അധ്യായം എഴുതുമ്പോൾ 4-ന്റെ 17 ഇങ്ങനെ വായിക്കുന്നുണ്ട്. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നിട്ട് അബ്രഹാമിനെ കുറിച്ച് പറയുകയാണ്. ഹല്ലേലൂയ. നിന്റെ സന്തതി ഈ വണ്ണമാകും എന്ന് അരുളിച്ചെയ്തതുപോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. എന്നിട്ട് വചനം വായിക്കുന്നത്, ഹല്ലേലൂയ, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജ്ജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന് നിർജ്ജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവം പിന്നീട് അബ്രഹാമിന്റെ വിശ്വാസ നീതിയായി കണക്കിട്ടു. അപ്പൊ 75 വയസ്സിൽ അബ്രഹാമിന് ഒരു വാഗ്ദത്തം കൊടുത്തു. അന്ന് സാറയ്ക്ക് 65 വയസ്സ്. നമുക്കെല്ലാവരും ഒത്തിരി പ്രസംഗിക്കുന്നതാണ്. നിനക്ക് ഞാൻ സന്തതിയെ തരും. പക്ഷെ അബ്രഹാമിന്റെ 100 വയസ്സ് എത്തുകയാണ്. 99 കഴിഞ്ഞിട്ടും ദൈവം വാഗ്ദത്തം ചെയ്ത സന്തതിയെ കണ്ടില്ല. ആ സമയത്ത് സാറയ്ക്ക് 89 എന്നാൽ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച ഒരു അബ്രഹാം. ആശയിൽ സന്തോഷിപ്പിന്ന് റോമാലേഖനത്തിൽ പറയുമ്പോൾ അബ്രഹാം ആശയിൽ സന്തോഷിച്ചു. ദൈവം വാഗ്ദത്തം ചെയ്ത ആ വാഗ്ദത്ത സന്തതിയെ വിശ്വാസം ആശിക്കുന്നതിന്റെ ഉറപ്പ് അബ്രഹാം എന്ത് ചെയ്തു? സാറയുടെ നിർജ്ജീവമായ ഗർഭപാത്രത്തിൽ ആമി തനിക്ക് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത സന്തതി സാറയുടെ ഉദരത്തിൽ ഗർഭസ്ഥ ശിശുവായി ജനിക്കുന്നത്, അബ്രഹാമിലൂടെ ജനിക്കുന്നത്, അബ്രഹാം എന്ത് ചെയ്തു? ആശയ്ക്ക് വിരോധമായി ആശയ്ക്ക് വിരോധമായി ആശയം വിശ്വസിച്ചു. അത് വിശ്വാസം എന്ന് ആശിക്കുന്ന ഉറപ്പാണ്. അപ്പൊ ആ ദൈവം പറഞ്ഞ ആശിക്കുന്ന ഉറപ്പ് സാറയുടെ ഗർഭപാത്രത്തിനകത്ത് ആശയോടെ വിശ്വസിച്ചില്ലേ അബ്രഹാം? ഹല്ലേലൂയ. സാറയുടെ ഗർഭം നിർജ്ജീവമായി പോയതാ. സാറയ്ക്കും പ്രതീക്ഷയില്ല. പക്ഷെ അവർക്ക് എന്ത് ചെയ്യണം? ആശയ്ക്ക് വിരോധമായ ആശയോടെ വിശ്വസിച്ചു. ആശയിൽ സന്തോഷിക്കുക. അബ്രഹാം എന്ത് ചെയ്തു? ആശയിൽ സന്തോഷിക്കുക. പ്രൈസലോ. ആ ഒരു വിശ്വാസമാണ് പ്രിയരെ റോമൻ സഭയിലുള്ള വിശ്വാസികളോടും പൗലോസ് പറയുന്നത്. നിങ്ങൾ ആശയിൽ സന്തോഷിക്കണം. എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾ ദൈവത്തിൽ മഹത്വം കൊടുത്ത് വിശ്വസിക്കണം. ഒരു ഉദാഹരണമാണ് ഞാൻ പറയട്ടെ. നിങ്ങൾ വിവാഹം കഴിഞ്ഞ് 4-5 വർഷങ്ങളൊക്കെ കുട്ടികൾ ഉണ്ടാകാതിരുന്ന്
ചിലർക്ക് 8ഉം 10ഉം 12ഉം വർഷം കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടാകുന്നത്. അങ്ങനെ കുട്ടികൾ ഉണ്ടാകാതിരുന്നിട്ട് അവരുടെ ഉദരത്തിൽ ലരിയ ഒരു കുട്ടി ജനിക്കുമ്പോൾ ലരിയ, കാരണം ചില ദൈവദാസന്മാർ ദൈവമക്കൾക്ക് വാഗ്ദത്തം നൽകും, ദൂതൊക്കെ പറയും നിങ്ങൾക്ക് സന്തതി ലഭിക്കുന്ന. അപ്പൊ അവരത് കേട്ടിട്ട് ആശയിൽ സന്തോഷിക്കുക. ആശയാണ് അവർക്ക് ഹൃദയത്തില്. കുട്ടിയെ കിട്ടും ദൈവാത്മാവ് പറഞ്ഞല്ലോ. അപ്പൊ അവർക്ക് അങ്ങനെ പെട്ടെന്ന് ആ സ്ത്രീ പുരുഷന്മാർ ആ പെട്ടെന്ന് വിവാഹത്തിൽ വർഷങ്ങൾക്ക് ശേഷം ആ സ്ത്രീ പ്രഗ്നന്റായി മാറുമ്പോൾ അവരുടെ ഉദരത്തിൽ വളരുന്ന ജന്മം കൊണ്ട രൂപം കൊണ്ട ആ ശിശുവിനെ കുറിച്ച് ആ മാതാവ് ആശയിൽ സന്തോഷിക്കുക. മാതാവ് ആശയിൽ സന്തോഷിക്കുക. അപ്പം പൗലോസ് പറഞ്ഞ വീണ്ടും ബാക്കി ഞാൻ വായിക്കുകയാണ്. ഇബ്രാഹിം പറയുന്ന വിശ്വാസം എന്നത് ആശിക്കുന്ന ഉറപ്പ്. ആ സഹോദരന്റെ ഗർഭത്തിൽ വളരുന്ന തന്റെ സ്തോത്രം ആ കുട്ടിയെ, തന്റെ ഉത്തരത്തിൽ പെടുന്ന കുട്ടിയെ ആ വിശ്വാസത്താൽ ആശിക്കുന്ന ഉറപ്പായിട്ട് കാണുക. ഇവിടെയാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കേണ്ടത് കേട്ടോ. അല്ലേ ഇവിടെ എന്നെ കേൾക്കുന്ന ഇവിടെ അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജ്ജീവമായി പോയത് സാറയുടെ ഗർഭപാത്രം നിർജ്ജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തെ ക്ഷീണിച്ചില്ല. ദൈവം നിങ്ങളോടൊരു വാഗ്ദത്തം പറഞ്ഞാൽ, ദൈവാത്മാവ് നിങ്ങളോടൊരു ആലോചന പറഞ്ഞാൽ, ദൈവവചനം നിങ്ങൾക്കൊരു വെളിപ്പാട് തന്നാൽ നിങ്ങൾ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കണം. വിശ്വാസത്തിൽ നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്. അല്ലേ ദൈവം പറഞ്ഞതാണെങ്കിൽ ഇത് അങ്ങനെ തന്നെ സംഭവിക്കും. ഇത് പകരം ഈ വചനം കേട്ടുകൊണ്ട് ഈ ശ്രോതാവി, എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കഷ്ടതയിൽ നീ പ്രാർത്ഥന വിട്ടിരിക്കണം. ആ വാഗ്ദത്തത്തിൽ നീ ആശയ്ക്ക് വിരോധം ആശയോടെ വിശ്വസിച്ച് ആശയിൽ നീ സന്തോഷിച്ചുകൊണ്ട് നീ കടന്നു പോകുന്ന ഇപ്പോഴത്തെ കഷ്ടതയിൽ നീ പ്രാർത്ഥനയിൽ വിട്ടിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പൂർണ്ണമായിട്ട് വാഗ്ദത്തം നിറവേറും. നമ്മൾ അബ്രഹാമിൻ്റെത് കണ്ടു. അല്ലേ തുടർമാനമായി വേദപുസ്തകം വായിക്കുമ്പോഴൊക്കെ ഇതെല്ലാം നമ്മൾ കാണുന്നതാ. അല്ലേ സ്തോത്രം. അബ്രഹാമിനോട് തന്നെ ദൈവം പറഞ്ഞു, നിന്റെ സന്തതി അന്യദേശത്ത് 400 വർഷം പാർക്കും. അല്ലേ അങ്ങനെ ഇസ്രായേലും 430 വർഷം അല്ലെങ്കിൽ മിസ്രൈമിൽ പാർത്തു. എന്നിട്ട് പറയാം, നിന്റെ സന്തതി മടങ്ങി വന്ന് എന്നെ സേവിക്കും, വാഗ്ദത്ത കനാൻ നിനക്ക് തരും. അപ്പൊ അബ്രഹാമിനോടാണ് വാഗ്ദത്ത കനാൻ തരുമെന്ന് പറഞ്ഞ് ആ ദൈവം ഏകദേശം 430 വർഷം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? വാഗ്ദത്ത ദേശം ഇസ്രായേലിന് അവകാശമായി കൊടുത്തു, കപ്പാനും തിരുക്കാനാ ദേശം. അപ്പൊ ആശയിൽ സന്തോഷിക്കണം. അപ്പൊ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എപ്പോഴാണെങ്കിലും നിറവേറും. പ്രൈസലോ, അതൊരിക്കലും മാറിപ്പോകുന്നതല്ല. രക്തം ചെയ്യും. ഇത് പകരം വചനം കേൾക്കുന്ന ശ്രോതാവി, എന്നെ കേൾക്കുന്ന മാതാവി, നീ തളർന്നവളാണോ, തകർന്നവനാണോ, ജീവിതത്തിൽ നിരാശയാണോ, സങ്കടമാണോ, എന്തുവാണ് കഷ്ടതയിൽ, അല്ലെങ്കിൽ കഷ്ടതയിൽ സഹിഷ്ണുത കാണിച്ചുകൊണ്ട് പ്രാർത്ഥന വിട്ടിരുന്ന ദൈവാത്മാവ് പറഞ്ഞ വാഗ്ദത്തത്തിൽ നീ ആശയോടെ സന്തോഷിക്കുന്നെങ്കിൽ നിന്റെ കഷ്ടതകൾ മുഴുവൻ മാറും. അല്ലേലൂയ. നിന്റെ സകല കഷ്ടതകളും മാറും. നീ രോഗിയാണെങ്കിൽ ആ രോഗിയായിരിക്കുന്ന അവസ്ഥയിൽ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. അല്ലേലൂയ. കാലുകൊത്തുവാൻ ഇടമില്ല, തലചായിപ്പാൻ ഒരു ഭവനമില്ല. അല്ലേലൂയ. എന്നും വാടക വീടാ. വർഷങ്ങൾ കഴിഞ്ഞ് നീ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ട് 25, 30 വർഷമൊക്കെ ആയില്ലേ. പക്ഷെ ദൈവം നിനക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് നിന്റെ സന്തതിക്കും ഒരു ഭവനം പണിയുമെന്ന, നിനക്കും നിന്റെ സന്തതിക്ക് ഒരു ഭവനം പണിയുമെന്ന ദാവീദിനോട് ദൈവം പറഞ്ഞെങ്കിൽ ദാവീദ് അത് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച് ആശയിൽ സന്തോഷിച്ചെങ്കിൽ ദാവീദിന്റെ ജീവിതത്തിൽ തന്നെ ദാവീദിന്റെ ഒരു ഭവനം ദൈവം കൊടുത്തെങ്കിൽ ഇന്ന് പോലെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിനക്കും ദൈവം സ്വന്തമായി തലചായിപ്പാൻ ഒരു ഭവനം തരാൻ സമയമായി. വിശ്വസിക്കുക, കരമടിച്ച് ദൈവത്തെ ശ്രദ്ധിച്ചാട്ട്. ദൈവത്തിന്റെ വചനം വെറുതെ സംസാരിക്കുന്നതല്ല, ജീവനുള്ള വചനമാണ്. രക്തം ചെയ്യും. പ്രൈസൻ. ഞാൻ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഈ വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്നത്. ഞാൻ ആശയിൽ സന്തോഷിക്കുകയാണ്. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുകയാണ്. അല്ലേ, എനിക്കറിയാം എൻ്റെ കർത്താവ് വലിയവ ചെയ്യുമെന്ന്. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു, വൻ കാര്യങ്ങൾ അവൻ ചെയ്യുമെന്നുള്ള ദൃഢവിശ്വാസം എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ്. അല്ലേലിയ. അതിനെ ഞാൻ കടുപണിയോളം വിശ്വാസത്തെ ഞാൻ സ്വീകരിക്കുന്നത് കൊണ്ട് അല്ലേലിയ, ഞാൻ ജീവിതത്തിൽ തളരാതെ നിൽക്കുക. നിങ്ങൾക്കും അതിനുവേണ്ടി കഴിയണം. അതുകൊണ്ടാണ് കഥ ആശയിൽ സന്തോഷിപ്പിൻ. അല്ലേലിയ.
റോമാലേഖനത്തിൽ ഈ വചനം രേഖപ്പെടുത്തി വെക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അത് നമുക്ക് അതിന് കഴിഞ്ഞ ആശയം സന്തോഷിക്കണം. നിന്റെ ഇല്ലായ്മയിൽ നിന്ന് ദൈവം നിനക്ക് അത്ഭുതം ചെയ്യും. അതുകൊണ്ടാണ് മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവരായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചിരിക്കുന്നുവെന്ന് ഈ ഒരു വാഗ്ദത്തം ആശയിൽ സന്തോഷിച്ച ആ വാഗ്ദത്തിൽ സന്തോഷിച്ച അബ്രഹാം വിശ്വാസം എത്ര വലുതാണ് ചിന്തിച്ചു തുടങ്ങി. ഈ കാലഘട്ടത്തിൽ ആ ഒരു വിശ്വാസമാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ ഒരിക്കൽ ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ ഒരിക്കൽ പണ്ഡിതനായ ബില്ലി ഗ്രഹാം തമിഴ്നാട്ടിലുള്ള ഹല്ലേലൂയ സ്തോത്രം തമിഴ്നാട്ടിലെ ഡോനാവൂർ എന്ന സ്ഥലത്തിൽ വന്നു. അവിടെ ത്യാഗപൂർവമായി സുവിശേഷ വേല ചെയ്യുകയാണ്. സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എമിക്കാർമേക്കേൽ എന്ന് പറയുന്ന ഒരു മാതാവിനെ കാണുവാനായി വന്നു. അപ്പോൾ അവർ വളരെ രോഗം ബാധിച്ച് കിടപ്പിലായിരുന്നു. മാതാവിന്റെ പേര് എമിക്കാർമേൽ കയ്യിൽ നിന്നാ കേട്ടോ. ഹല്ലേലൂയ. ആ രോഗം ബാധിച്ചൊരു കിടപ്പിലാണ്. എന്നിരുന്നാലും അവർ വളരെ സന്തോഷത്തോടും മനസ്സിന്റെ ഉത്സാഹത്തോടും കൂടി ഹല്ലേലൂയ അവർ ഇരിക്കുന്നത് കണ്ട് ഈ ബില്ലി ഗ്രഹാം വളരെ സന്തോഷിച്ചതാണ്. വളരെ രോഗിയായിട്ടും വളരെ പ്രതിസന്ധിയിൽ കിടന്നിട്ട് ഈ മാതാവ് സന്തോഷത്തോടു കൂടി ഇരിക്കുന്നത് കണ്ടിട്ട് ബില്ലി ഗ്രഹാം സന്തോഷിച്ചെന്ന്. ഹല്ലേലൂയ. അപ്പോൾ ഈ എരിക്കാർമേൽ ഇപ്രകാരം പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി ആവരിക്കുന്നു എന്ന് ഈ രോഗിയായ മാതാവ് ബില്ലി ഗ്രഹാമിനോട് പറയുക. ഹല്ലേലൂയ. ഞാൻ ഓരോ നിമിഷവും പുസ്തകങ്ങൾ എഴുതുന്നതിൽ ചിലവഴിക്കുന്നു. അവർ പറയാം, ഞാൻ ഓരോ ദിവസവും ഈ രോഗിയായി കിടക്കുന്നതിൽ ഞാൻ പുസ്തകം എഴുതുന്നതിൽ ചിലവഴിക്കുന്നു. എന്നെ കാണുവാൻ വരുന്നവർക്കൊക്കെ ഞാൻ ആലോചനകൾ പറഞ്ഞു കൊടുക്കുന്നു. ഒരു നിമിഷം പോലും ഞാൻ വൃഥാമായി എന്റെ സമയം ചെലവഴിക്കുന്നില്ല. കഷ്ടപ്പാടുകളുടെ മധ്യയും അവരുടെ മുഖത്തിൽ ആ സന്തോഷത്തെ കാണുവാൻ ഹല്ലേലൂയ ബില്ലി ഗ്രഹാമിന് കഴിഞ്ഞതാണ്. അവരുടെ ജീവിതത്തിൽ വളരെ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോഴും ഒട്ടും സമയം നഷ്ടപ്പെടുത്തി കളയാതെ ആശയിൽ സന്തോഷിച്ചുകൊണ്ട് അനവധി പുസ്തകങ്ങൾ അവർ എഴുതി. പുസ്തകങ്ങൾ എഴുതുക മാത്രമല്ല, തന്റെ വീട്ടിൽ വരുന്നവർക്കെല്ലാം ദൈവത്തിന്റെ ആലോചന പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ വാക്കുകൾ ബില്ലി ഗ്രഹാമിന്റെ ഹൃദയത്തിൽ വളരെ സന്തോഷമായി. അതേ സ്നേഹിത, നിന്റെ സമയത്തെ നീ നഷ്ടപ്പെടുത്തി കളയാതെ, ജീവിതത്തെ നഷ്ടപ്പെടുത്തി കളയാതെ, പരാജയത്തെ എണ്ണി എണ്ണി പറഞ്ഞ് പിറുപിറുത്തതിന് മുമ്പിൽ നിലവിളിക്കാതെ, ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തത്തെ നീ ദൈവത്തിൽ വെച്ചുകൊണ്ട് കഷ്ടതയും സഹിഷ്ണുത കാണിച്ചുകൊണ്ട് പ്രാർത്ഥന വിട്ടിരിക്കുന്നെങ്കിൽ ആശയിൽ സന്തോഷിപ്പാനുള്ള വഴി ദൈവം നിനക്ക് തുറക്കും. വ്യക്തം ചെയ്യും. ഇന്ന് പകൽ പരിശുദ്ധ ചിലരോടൊക്കെ പറയുന്നത്, നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ കേട്ട ദൈവത്തിന്റെ ദൂതുകൾ നിറവേറുന്ന ദിവസമാണ്. ഹല്ലേലൂയ. നിന്നെ ദൈവം അനുഗ്രഹിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞു, ഹല്ലേലൂയ, യാക്കോബ് യാക്കോബിന്റെ ലേഖനം, നിങ്ങൾക്ക് പരീക്ഷകളും പരിശോധനകളൊക്കെ കടന്നു വരുമ്പോൾ നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്, നിങ്ങൾ മടുത്തു പോകരുതെന്ന്. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം വായിക്കും നമുക്ക് കാണാൻ കഴിയും. യാക്കോബിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായം 2-ാം വാക്യവും 3-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്നെണ്ണുവിൻ എന്ന് ഈ യാക്കോബ് പറയുക. എന്താണ് വായിച്ചത്? നിങ്ങൾ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഹല്ലേലൂയ ഉളവാക്കുന്നു എന്നറിഞ്ഞ് അശേഷം സന്തോഷം എന്നാണ്. പക്ഷെ മനുഷ്യർക്ക് കഴിയില്ല എങ്കിലും അതിലേക്ക് നമ്മൾ വരണം. അപ്പോസ്തലൻ പറഞ്ഞു വെക്കുന്ന ദൈവത്തിന്റെ വചനഭാഗത്തെ നാം ഹൃദയം കൊണ്ട് ഏറ്റെടുക്കണം. പ്രൈസ്. ഹൃദയത്തിന്റെ അന്തർഭാഗത്താണ് വചനത്തിന്റെ സ്ഥിതി വെളിപ്പെടേണ്ടത്, രൂപം വെളിപ്പെടേണ്ടത്. അപ്പൊ ഇവിടെ നിങ്ങൾ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ, ഹല്ലേലൂയ, അതെ, മനുഷ്യൻ വിവിധ പരീക്ഷകൾ അകപ്പെടും. ഞാനും നിങ്ങളും വിവിധ പരീക്ഷകൾ അകപ്പെടും. എന്നെ കേൾക്കുന്ന മാതാവ് വിവിധ പരീക്ഷകൾ, സഹോദരൻ വിവിധ പരീക്ഷകൾ ജീവിതത്തിൽ കടന്നു വരും. എന്താണ് എന്ന് പറയാൻ കാരണം, വിശ്വാസികളാണെങ്കിൽ വിവിധ പരിശോധനകൾ കൂടി കടന്നു പോകാൻ സാധ്യതയുണ്ട്. ഈ വാക്യം വ്യക്തമാക്കുക. ഇവിടെ പരീക്ഷ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പരീക്ഷ എന്ന് പറയുന്നതിനേക്കാൾ നല്ല പദം പരിശോധന എന്നാണെന്നാണ് വേദപഠിതാക്കൾ രേഖപ്പെടുന്നത്.
പരീക്ഷ എന്ന് പറയുന്നതിനേക്കാൾ പരിശോധന. അതെ, അബ്രഹാം വിവിധ പരീക്ഷകളിൽ കടന്നുപോയി, പരിശോധനകൾ കടന്നുപോയി, എങ്കിലും ആശയിൽ സന്തോഷിക്കുന്ന അബ്രഹാം. ഹല്ലേലൂയ, സ്തോത്രം. ഈ പരീക്ഷ എന്ന് പറയുന്നത് ദുഷ്ടലോകത്തോട് ആമേൻ കൂടി വിശ്വാസിയെ വീഴിക്കുവാൻ ഉപയോഗിക്കുന്ന സാത്താന്റെ ഒരു തന്ത്രമാണ്. അല്ലേ? ഈ പരീക്ഷ എന്ന് പറയുന്നത് ദുഷ്ടനായ സാത്താൻ. ലേരിയ വിശ്വാസികളായിരിക്കുന്ന നിങ്ങളുടെ മനസ്സിനെ ആമേലെ പതറിക്കും, നിങ്ങളുടെ മനസ്സിനെ ആമേലെ തകർത്ത് നിങ്ങളുടെ അവിശ്വാസം കൊണ്ട് നിങ്ങളെ പാപത്തിലേക്ക് തള്ളിയിടാൻ വേണ്ടിയിട്ട് സാത്താൻ ശ്രമിക്കും. അല്ലേറിയ നിങ്ങൾ ആശയിൽ സന്തോഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് വിവിധ പരീക്ഷകൾ കടന്നു വരുമ്പോൾ, ഈ ദുഷ്ടലോകത്തിൽ സാത്താൻ നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷകൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ആ പരീക്ഷയിൽ അകപ്പെട്ട് വീണു പോകരുത്. പ്രൈസ് ലോർഡ്. ആ പരീക്ഷ ജയിക്കണം. പ്രൈസ് ലോർഡ്. പരീക്ഷ ജയിക്കണം. അല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ വചനം പറയുന്നത്, ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുത് എന്നാണല്ലോ ഓരോ വിശ്വാസിയും പ്രാർത്ഥിക്കുന്നത്. എല്ലാ വിശ്വാസിയും പറയാം, ഞങ്ങളെ പരീക്ഷയിൽ അകപ്പെടുത്തരുതേ എന്നാണ്. പരീക്ഷയിൽ അകപ്പെടുത്തരുത് എന്ന് നീ പ്രാർത്ഥിച്ചാലും നിന്റെ ജീവിതത്തിൽ പരീക്ഷകൾ വരും. വലിയ പരീക്ഷകളിലൊന്നും അത് ജീവിക്കാൻ പറ്റത്തില്ല. ഒരു കുട്ടി പഠിച്ച്, അല്ലെങ്കിൽ ആ കുട്ടി ഒരു എഞ്ചിനീയറോ ഡോക്ടറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിഗ്രിയോ ബിരുദാനന്ദ ബിരുദമോ ഒക്കെ എടുക്കണമെങ്കിൽ ആ കുട്ടി ചെറിയ പ്രായം തൊട്ടേ പരീക്ഷകൾ എഴുതണം. അല്ലേ? പരീക്ഷകൾ എഴുതിയേ ആ കുട്ടിക്ക് ഉന്നതമായ വിജയത്തിലേക്ക്, ഉന്നതമായ ജോലിയിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് വിവിധ പരീക്ഷകൾ നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ പരീക്ഷകൾ കണ്ട് നീ ഭാരപ്പെട്ടു പോകാതെ, മനം കലങ്ങി പോകാതെ, വിശ്വാസത്താൽ ആ പരീക്ഷകളെ നീ ജയിക്കണം. അല്ലേരിയ. ആശയിൽ സന്തോഷിപ്പീനെന്ന് പൗലോസ് റോമാലേഖനത്തിൽ പറയുമ്പോൾ, ആശയ്ക്ക് വിരോധമായി വിശ്വസിച്ച അബ്രഹാമിന്റെ ജീവിതത്തിൽ വിശ്വാസം നീതിയായി കണക്കിട്ടൊരു ദൈവമുണ്ട്. 75 വയസ്സിലാണ് വാഗ്ദത്തമെങ്കിലും 100-ാമത്തെ വയസ്സിൽ സന്തതിയെ കാണുവടയായത്. ദൈവത്തിന്റെ വാഗ്ദത്തം അല്പം താമസിച്ചാലും നീ പിറുപിറുക്കാതെ നിൽക്കണം. അല്ലേ? അപ്പൊ ഈ പരീക്ഷയിൽ കടത്തരുതെന്ന് എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നീക്കുപോക്ക് തരുന്നത് ദൈവമാണ്. പരീക്ഷയോടുകൂടെ നീക്കുപോക്കും കൂടെ തരുന്നവനാ ദൈവം. അല്ലേലിയ. നീ ഒരു പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ, പരിശോധന കടന്നു പോകുമ്പോൾ നിന്നെ കണ്ടിട്ട് മാറിപ്പോകുന്നവനല്ല യേശു. അല്ലേലിയ. നിന്റെ പരിശോധന കണ്ടിട്ട് കണ്ണടച്ചിരിക്കുന്നവനല്ല നമ്മുടെ ദൈവം. അല്ലേലിയ. നീ പരീക്ഷയിൽ അകപ്പെടുമ്പോൾ സന്തോഷിക്കുന്നവനല്ല ദൈവം. നീ പരിശോധന കടന്നു പോകുമ്പോൾ നിനക്കത് വരണമെന്ന് പറഞ്ഞു മാറി നിൽക്കുന്നവനല്ല ദൈവം. പരീക്ഷയോടുകൂടെ പോക്കുവഴിയും കൂടെ തരുന്ന നല്ലൊരു യേശു ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ പ്രശ്നത്തെ പരിഹാരമായി വരാൻ പോകുന്നു. നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി വേളകളിൽ, നീ കടന്നു പോകുന്ന പ്രതികൂലത്തിന്റെ നടുവിൽ, നിന്റെ പരീക്ഷകളിൽ ലോകം നിന്നെ കൈവിട്ട് കളഞ്ഞാലും, ഉറ്റവരുടെ എല്ലാം നിന്നെ കൈവിട്ട് കളഞ്ഞാലും, പരീക്ഷയോടുകൂടെ പോക്കുവഴി തന്ന് നിന്നെ വലം കൈപിടിച്ച് നടത്തുവാൻ, നിന്റെ വൻ കാര്യങ്ങളെ പ്രവർത്തിപ്പാൻ അല്ലേലൂയ, എന്റെ കർത്താവ് ശക്തനാ. വിശ്വസിക്കുന്നെങ്കിൽ കരമടിച്ച് ദൈവത്തിൽ സ്തുതിച്ചാട്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാവേ, ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ ദൈവം ചില വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. അബ്രഹാമേ, നീ ഭയപ്പെടണ്ട, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലമാകുന്നു എന്നൊക്കെ അബ്രഹാമിനോട് പറഞ്ഞൊരു ദൈവം. ഹല്ലേലൂയ. പിന്നത്തെ ഇതിലെ വചനമെല്ലാം യാഥാർത്ഥ്യമായി മാറിയതുപോലെ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ജീവിതം ഇന്ന് പകൽ അനുഗ്രഹത്തിന്റെ ദിവസത്തിലേക്ക് എത്തുകയാണ്. കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ചില വിഷയങ്ങളില്ലേ, അതിന്റെ നടുവിൽ ദൈവം ഇറങ്ങി പ്രവർത്തിക്കാൻ പോവുകയാണ്. അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യണം? ആശയിൽ എന്ത് ചെയ്യണം? കരയാനല്ല, ആശയിൽ ദുഃഖിക്കാനല്ല, ആശയിൽ പെറുവിറുക്കാനല്ല, ആശയിൽ സന്തോഷിക്കണം. കഷ്ടതയിൽ സ്ഥിരത കാണിക്കണം, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. അല്ലേ? എന്നിട്ട് മനസ്സ് പതറിപ്പോകരുത്, മനസ്സ് താളം തെറ്റരുത്. ഇന്ന് പല മാതാപിതാക്കളുടെ മനസ്സ് താളം തെറ്റി ഹൃദയം വിട്ടിഞ്ഞ് ദുഃഖത്തിന്റെ കണ്ണുനീരിന്റെ നടിയിലൂടെ കടന്നു പോകുന്നത്. ദൈവനോട് വാഗ്ദത്തം പറഞ്ഞ്, ദൈവം ആലോചന പറഞ്ഞു, ഒന്നും നിറവേറുന്നല്ലോ, എന്റെ സ്ഥിതി എന്താണ് ഇങ്ങനായിപ്പോയത്, എനിക്ക് മാത്രം എന്താണ്, ഹല്ലേലൂയ, എനിക്ക് മാത്രമേ ഈ പരിശോധനയുള്ളൂ, എനിക്ക് മാത്രമേ കഷ്ടമുള്ളൂ എന്നൊക്കെ ഓർത്ത് വിലപിക്കുന്ന ശ്രോതാവേ, നിനക്ക് മാത്രമല്ല ഈ ഉലകത്തിലുള്ള സകല മനുഷ്യരും, ഹല്ലേലൂയ, പലവിധമായ പരീക്ഷയുടെ കടന്നു പോകും. അത് നിന്നെ സാത്താൻ പരീക്ഷിക്കാനാണെങ്കിൽ ആ പരീക്ഷയോടുകൂടെ പോക്കുവഴി തരുന്ന ഒരു ദൈവം നിനക്കുണ്ടെന്ന് നീ എപ്പോൾ വിശ്വസിക്കുന്നു, അവിടെ നിന്റെ വിജയം തുടങ്ങും. എപ്പം ചെയ്യും?
കരമടിച്ച് ദൈവത്തിന് ശ്രദ്ധിക്കാമോ? നീ സാമ്പത്തികമായ കഷ്ടം സഹിക്കുകയാണോ? അല്ലെങ്കിൽ ജോലിയില്ലാതെ ഭാരപ്പെടുകയാണോ? മക്കളെ കുറിച്ച് ഭാരപ്പെടുകയാണോ? നിന്റെ ശാരീരിക ബലഹീനതകളിൽ നീ ദുഃഖത്തിലാണോ? അല്ലേറിയ കർത്താവ് പറയാൻ നിനക്ക് സൗഖ്യം തരാൻ യേശു ആഗ്രഹിക്കുന്നു. നീ രോഗിയായിട്ട് കിടക്കാം, മാരകമായ രോഗമാ. കർത്താവിന്റെ പകൽ പരിശുദ്ധനോട് പറയുക, നിന്റെ ദൈവം സൗഖ്യമാക്കാൻ പോകുന്ന, നിന്റെ സൗഖ്യമാക്കാൻ പോകുന്നത് ആ കേട്ട വചനത്തിന്റെ ആശയിൽ നീ സന്തോഷിക്കണം. ലേലുയ രക്തം ചെയ്യും. അപ്പം രോഗിയാണെങ്കിലും സൗഖ്യമാക്കും എന്നുള്ള ആ വചനത്തിൽ അതിനകത്തൊരു ആശയമുണ്ടല്ലോ, അത് നീ വിശ്വസിക്കണം. അല്ലേലുയ നിന്റെ രോഗത്തെ പരിപൂർണമായിട്ട് എടുത്തു മാറ്റുവാൻ ദൈവത്തിന് കഴിയും. പ്രൈസലോ, നിന്റെ രോഗത്തെ പൂർണ്ണമായിട്ട് നീക്കുവാൻ കഴിയുന്നവൻ സർവശക്തനായ ദൈവമാണ്. രക്തം ചെയ്യും. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ ആ പരീക്ഷകളിൽ പിറുപിറുക്കരുത്. ദൈവം ദോഷങ്ങളാൽ നമ്മെ പരീക്ഷിക്കപ്പെടുന്നവർ പിഴപ്പെടുന്നില്ല. അല്ലേലിയ. ദൈവം നിന്നോട് പറഞ്ഞിരിക്കുന്ന സകല ദൂതുകളും നിറവേറുന്ന ദിവസങ്ങളാണ് ഈ നാളുകൾ. അല്ലേലി. ഈ 2025 അവസാന നിമിഷങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുക. 2 മാസം കൂടെ കഴിഞ്ഞാൽ പുതിയൊരു വർഷത്തിലേക്ക് ഞാൻ നിങ്ങൾ പ്രവേശിപ്പാൻ പോവുകയാണ്. ദൈവം നമുക്ക് ആയുസ് തരുന്നെങ്കിൽ, ഈ ഭൂമി നമുക്ക് ജീവിതം തരുന്നെങ്കിൽ, കർത്താവ് വന്നില്ലെങ്കിൽ ചില വാഗ്ദത്തങ്ങളൊക്കെ നീ കണ്ട് സന്തോഷിപ്പാൻ പോവുകയാണ്. പ്രൈസലോ, ലേറിയ. അത് നീ കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കണം. അല്ലേരിയ. അതുകൊണ്ടാണ് ദൈവത്തിന് വചനം പറയുന്നത്. അപ്പം വിശ്വാസത്തിന്റെ പരിശോധന ഉളവാക്കുന്നു എന്ന് പറയുമ്പോൾ, ഒരു കൊല്ലൻ അല്ലേരിയ ഒരു ഇരുമ്പ് കഷ്ണത്തെ അല്ലേരിയ മയപ്പെടുത്തുവാനും അത് അല്ലേരിയ മറ്റൊരു ഉപകരണമാക്കി മാറ്റാനും ചിലപ്പോൾ അല്ലേരിയ സ്തോത്രം ആമേൻ ദൃഢപ്പെടുത്തുവാനും അല്ലേരിയ അതിനെ തീയിലൂടെ തിരിച്ചു മറിഞ്ഞുവിട്ട് പഴിപ്പിക്കുന്നു. ഒരു കരുവൻ, നമുക്കൊരു കൊല്ലൻ ഒരു ഇരുമ്പ് കഷ്ണത്തെ മറ്റൊരു ആയുധമാക്കി എടുക്കാൻ വേണ്ടി ആ ഇരുമ്പ് കഷ്ണം താൻ തീയിലിട്ട് തിരിച്ചും മറിച്ചുവിട്ട് പല പ്രാവശ്യം അത് തീയാൽ വേവിക്കുന്നു. മാത്രമല്ല, ഭാരമേറിയ കൂടം കൊണ്ടല്ലേ ചുറ്റി കൊണ്ടതിനെ അടിച്ച് നിരപ്പാക്കി ആ ഒരു അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഇരുമ്പ് എന്തായുധമാക്കണോ ആ ആയുധത്തിന്റെ രൂപത്തിലേക്ക് കൊണ്ടുവരിക. അപ്പൊ ഈ ഇരുമ്പ് തീയിൽ കിടന്ന് ഉരുകുന്നത് പോലെ ഇതുപോലെ തന്നെ ചില പരിശോധനകൾ നമുക്ക് കടന്നു വരും. തീയിൽ കൂടി എന്ന് പറഞ്ഞ പോലെ ചില പരിശോധനകൾ നിനക്ക് വരുമ്പോൾ അതിന്റെ നടി നീ ഭാരപ്പെട്ടു പോകരുത്. അതിനപ്പുറത്ത് ദൈവത്തിന് ശക്തമായി മറ്റുള്ളവർക്ക് പ്രയോജനമായ ഒരു ആയുധമായി ദൈവം നിന്നെ എടുക്കാൻ പോവുകയാണ്. ഈ കൊല്ലന്റെ കയ്യിലിരിക്കുന്ന ആയുധത്തെ, ഇരുമ്പ് കഷ്ണത്തെ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന ഒരു നല്ല മൂർച്ചയുടെ ഒരു ആയുധമായി ഉപയോഗിക്കുവാൻ ആ ഇരുമ്പ് കഷ്ണം പല പ്രാവശ്യം തീയിലൂടെ ഇന്ന് കടന്നുപോയി. പല പ്രാവശ്യം ആടികളെ ചുറ്റികളെ അടിയേറ്റു. അല്ലേലിയ. എങ്കിലും പിന്നത്തേതിൽ മനോഹരമായ മൂർച്ചയുടെ ഒരു ആയുധമായി ആ കരുവാൻ നമ്മുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, തീയിൽ കൂടി എന്ന പോലെ കടന്നു പോകുമ്പോൾ അതിനപ്പുറത്ത് നിന്നെ ഒരു ദൈവം ശക്തമായ ഒരു ആയുധമായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞെന്താണ്, നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ വേണ്ടിയാണ്. രക്തം ചെയ്യും. ഈ അനുഭവത്തിൽ അബ്രഹാം കടന്നുപോയി. അല്ലേരിയ. ഭാരപ്പെട്ട ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അബ്രഹാമിന്റെ വിശ്വാസം ദൈവം നീതിയായി കണക്കിട്ടു. നിന്റെ വിശ്വാസത്തെ ദൈവം നീതിയായി കണക്കിടുന്നു. അല്ലേരിയ. തകരരുത് കേട്ടോ. എന്നെ കേൾക്കുന്ന മാതാവേ, എന്നെ കേൾക്കുന്ന പിതാവ്, തകരരുത്. നമുക്കെല്ലാവർക്കും വിഷയമുണ്ടെന്നേ. ഞാൻ ഈ വചനം പ്രസംഗിക്കും, എനിക്കും വിഷയമുണ്ട്, ഒരുപാട് വിഷയമുണ്ട്. എൻ്റെ വിഷയമെല്ലാം നിങ്ങളോട് ഇപ്പോൾ ഇവിടെ പറയാൻ നമുക്ക് പ്രസംഗിക്കാൻ സമയമില്ലല്ലോ. ഒരുപാട് വിഷയമുണ്ട്, ഒരുപാട് പരിശോധനകളുണ്ട്, പരീക്ഷകളുണ്ട്. ഈ കരുവാൻ തീയിൽ ഇരുമ്പ് കഷ്ണം ഇട്ട് പഴിപ്പിക്കുന്ന പോലെ പലപ്പോഴും ഞാനും കടന്നു പോകാറുണ്ട്. പക്ഷെ എനിക്കൊരു വിശ്വാസമുണ്ട്, ആ ഇരുമ്പ് കഷ്ണം പിന്നീട് മൂർച്ചയൊരു ആയുധമായി വരുന്ന പോലെ ദൈവത്തിൻ്റെ മൂർച്ചയൊരു ആയുധമാക്കി എടുക്കാൻ വേണ്ടി ദൈവം എന്നെ തീയിൽ കൂടി എന്നപോലെ കടത്തി വിടുമ്പോൾ ആ ശോധനയിൽ ഞാൻ പിറുപിറുക്കാതെ ആശയിൽ ഞാൻ സന്തോഷിക്കുകയാണ്. ഈ കരുവാനും ആശയിൽ സന്തോഷിക്കുക. കരുവാന്റെ കയ്യിൽ ഇടുന്ന ആ ഇരുമ്പ് കഷ്ണം അത് വേറൊരു ഇരുമ്പ് കഷ്ണമാണ്. അദ്ദേഹത്തിന് ഭയങ്കര ആശ ഇതിനെ നല്ലൊരു ആയുധമാക്കി എടുക്കണമെന്ന്. അദ്ദേഹം സന്തോഷിച്ചുകൊണ്ട് പണി തുടങ്ങി. ആ പണിയുടെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിനകത്തെ ആശയിലെ സന്തോഷം മനോഹരമായൊരു ആയുധമായി മാറി. വിശ്വാസം എന്നതും ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയം. ദൈവത്തിന്റെ വചനം അങ്ങനല്ലേ പഠിപ്പിക്കുന്നത്? അങ്ങനെ തന്നെ.
ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനത്തിന് ഹല്ലേലൂയ വളരെ പ്രാധാന്യം കൊടുക്കണം. ഹല്ലേലൂയ. അപ്പൊ ഞാനൊരു പുസ്തകത്തിൽ ഒരിക്കൽ വായിച്ചു കേട്ടോ, ഒരു പുസ്തകത്തിൽ ഒരിക്കൽ വായിച്ചു, ഒരു ദൈവദാസന്റെ പ്രസംഗത്തിൽ എഴുതിയതാ. അമേരിക്കയിൽ കെന്നത്ത് ഹെറിൻ എന്ന ഒരു നല്ല സുവിശേഷം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രയാസങ്ങളും ദുഃഖങ്ങളോ കഷ്ടപ്പാടുകളോ വരുമ്പോൾ അദ്ദേഹം തന്റെ പ്രാർത്ഥന മുറിയിൽ ഓടിപ്പോയി ഉത്സാഹത്തോടു കൂടി ഒരു പാട്ടുപാടി നൃത്തം ചെയ്യുമായിരുന്നു എന്നാണ്. അല്ലേ, നമുക്ക് കഴിയാത്ത കാര്യങ്ങളാണ് കേട്ടോ. അമേരിക്കയില് കെന്നത്ത് ഹെഗിൻ എന്ന് പറയുന്ന ആ സുവിശേഷകൻ തൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അദ്ദേഹം ഓടിപ്പോയി അദ്ദേഹത്തിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് ചെന്ന് ഒരു പാട്ടുപാടി ദൈവത്തിന് നൃത്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ സാത്താൻ കൊണ്ടുവന്ന ചെറിയ ചെറിയ തോൽവികളെ, ചെറിയ ചെറിയ നിരാശകളെ, സങ്കടങ്ങളെ, കഷ്ടങ്ങളെ അതിനു മുമ്പിൽ അദ്ദേഹം അടിപതറി പോകാതെ, വീണു പോകാതെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് ചെന്ന് അദ്ദേഹം ദൈവത്തിന് പാട്ടുപാടി ആരാധിച്ച് സാത്താന്റെ പദ്ധതികളെ തകർത്ത് കളഞ്ഞു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാവേ, എന്റെ ജീവിതത്തിൽ ചെറിയ ചെറിയ കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, ദുരിതങ്ങൾ കടന്നു വരുമ്പോൾ, കണ്ണുനീര് കടന്നു വരുമ്പോൾ അതിന്റെ നടുവിൽ നീ കരഞ്ഞു വിലപിച്ച് മാറി തളർന്നു പോകാതെ, തൊട്ടാവാടി വാങ്ങിയാലും അത് പെട്ടെന്ന് വിടരുന്നത് പോലെ നീ എന്ത് ചെയ്യണം? കഷ്ടത വരുമ്പോൾ ഓടി വന്നിട്ട് നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ സാത്താന്റെ തന്ത്രങ്ങൾ തകർന്ന് തരിപ്പണമായി മാറും. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ട് ഇന്ന് പകലിനെ കേൾക്കുന്ന സ്നേഹിത, പലപ്പോഴും പല ആളുകളും വിദേശത്ത് നിന്ന് വിളിക്കാറുണ്ട്. എന്നെ ഒരുപാട് പേര് വിദേശത്ത് നിന്ന് വിളിക്കാറുണ്ട്. പൈസ തരാനല്ല കേട്ടോ. ഹല്ലേലൂയ. എന്നെ വിദേശത്ത് നിന്ന് വിളിക്കുന്ന നല്ലൊരു ശതമാനം ആളുകളും ജീവിതത്തിൽ പരാജയപ്പെട്ടവരാ. നല്ലൊരു ശതമാനം എന്നെ വിളിക്കുന്നവരെല്ലാം പരാജയപ്പെട്ടവരാ. അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന എല്ലാവരും ഉണ്ടല്ലോ, അവരൊക്കെ കാര്യം പറയട്ടെ, പണം തരാനാന്ന് പറഞ്ഞ് എന്നെ ആരും വിളിച്ചിട്ടില്ല. ഹല്ലേലൂയ. അപ്പൊ എന്താണ്? എല്ലാവരും കഷ്ടത, എല്ലാവരും സങ്കടം, ഓരോരുത്തരും ഓരോ പ്രതിസന്ധി കടന്നു പോവുകയാ. അപ്പൊ ഞാൻ അവരോടൊക്കെ പറയുന്നുണ്ട്, ദൈവം നിന്നോട് ദൂത് പറഞ്ഞിട്ടില്ലേ? ദൈവത്തിനോട് ആലോചന പറഞ്ഞിട്ടില്ലേ? ആലോചന അതാണ് ആശയം. അതുകൊണ്ട് നീ ആശയം സന്തോഷിക്കണം. ദൈവത്തിന്റെ പ്രവർത്തിക്കാൻ അധിക സമയമൊന്നും വേണ്ട. ഹല്ലേലൂയ. അത് ഞാൻ ഒരുപാട് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥന ഞാൻ അവരോടൊക്കെ പറയും, അബ്രഹാം വിശ്വസിച്ചതുപോലെ നിങ്ങൾക്ക് വിശ്വസിക്കണം. എല്ലാവരും പറയും, പാസ്റ്റർക്ക് അങ്ങനെ പറയും. എനിക്ക് പറയാനല്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നവനാ. എനിക്കറിയാം, എൻ്റെ പിതാക്കന്മാരോട് പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങൾ നിറവേറിയിട്ടൊരു ദൈവത്തെയാണ് ഞാൻ പ്രസംഗിക്കുന്നതും വിശ്വസിക്കുന്നതും. ഹല്ലേലൂയ. അതുകൊണ്ട് ആ വാഗ്ദത്തങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിറവേറിത്തരാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. അവൻ അതുകൊണ്ട് എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി മാറി. എൻ്റെ ആശയിൽ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പരമയാഗമായി മാറി. നിങ്ങൾക്കും അങ്ങനെ കിട്ടും രക്തം ചെയ്യാം. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഇത് ഹല്ലേലൂയ. ഈ ദൈവദാസൻ എന്ത് ചെയ്തു? സാത്താൻ ഉണ്ടാക്കിയ ചെറിയ ചെറിയ തോൽവികൾക്ക് മുമ്പിൽ പരാജയപ്പെട്ടു പോകാതെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ചെയ്ത വലിയ കാര്യങ്ങളെ, അദ്ദേഹം ചെയ്ത വലിയ കാര്യങ്ങളെ വിജയമാക്കി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ആ വിജയം അദ്ദേഹത്തിൽ വലിയ വിശ്വാസം ഉടലെടുത്തു. ഹല്ലേലൂയ. അങ്ങനെ എന്ത് ചെയ്തു? കെന്നത്ത് ഹെഗിൻ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ഉള്ളിലും വിശ്വാസം വർദ്ധിച്ചു. ആശയിൽ സന്തോഷിക്കുവാൻ തുടങ്ങി. ആശയിൽ സന്തോഷിച്ചു. അദ്ദേഹം ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടേയിരുന്നു. രക്തം ചെയ്യണം. അതെ, നിങ്ങൾ ദൈവത്തെ പാടി സ്തുതിക്കണം കേട്ടോ. ഹല്ലേലൂയ. ഒത്തിരി പേര് സങ്കടത്തിലാണ്. ഈ 99% എന്നൊക്കെ പറയുന്നതിനേക്കാൾ നല്ല 100% ആളുകളും ഏതെങ്കിലും വിധത്തിൽ സങ്കടത്തിലായിരിക്കും, ദുഃഖത്തിലായിരിക്കും. ഈ ഒരു പ്രതികൂലവും ഇല്ലാത്ത ഒരു മനുഷ്യൻ പോലും ഈ ഉലകത്തിലില്ല കേട്ടോ. ചില ആളുകളൊക്കെ പ്രസംഗിച്ചാൽ ആ പ്രസംഗത്തിനകത്തോടെ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് പോരെ, യേശുവിനെ വിശ്വസിച്ചു, യേശുവിനെ രക്ഷകനായി പിതാവായി സ്വീകരിച്ചു, നിങ്ങളുടെ കഷ്ടപ്പാടെല്ലാം മാറും, നിങ്ങളുടെ സങ്കടമെല്ലാം മാറും, നിങ്ങൾക്ക് വീട് കിട്ടും, വണ്ടി കിട്ടും, നിങ്ങളുടെ മക്കളെല്ലാം വിദേശത്ത് പോകും, മക്കൾ ഡോക്ടറാകും, എഞ്ചിനീയർ ആകും, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ സുഖലോലുപ ജീവിതം കിട്ടും, നിങ്ങളുടെ കഷ്ടതയെല്ലാം എന്നൊക്കെ പ്രസംഗിക്കും ഒരുപാട് ദൈവമക്കളുണ്ട് കേട്ടോ. എന്നെ കേൾക്കുന്ന സ്നേഹിത, ദൈവത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ കഷ്ടത സഹിപ്പാൻ ആ കൃപ പ്രാപിച്ചു വേണം വരെ. ഹല്ലേലൂയ. ഈ വിശ്വാസ ജീവിതം കഷ്ടത എന്ന ശോധനയോടെ കടന്നു പോകണം. വിശ്വാസം എന്ന പട്ടുമെത്തയുടെ അനുഭവം അല്ല കേട്ടോ. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി മാറിയതുപോലെ ഒരുപക്ഷെ നാം ആ വിധത്തിൽ തീയിൽ കൂടി എന്ന് പറഞ്ഞു നാം ശോധനയുടെ കടന്നു പോകും. ആ ശോധനയുടെ കടന്നു പോകുമ്പോൾ ദൈവം നമ്മളില് പുതുവഴികളെ തുറക്കും. അങ്ങനെ ദൈവം തുറക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ദൈവം വിജയത്തിന്റെ പാതകൾ തുറന്നു തരും.
അപ്പൊ വിശ്വാസ ജീവിതത്തെ കഷ്ടതയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. കഷ്ടതയില്ലെന്ന് പഠിപ്പിക്കുന്ന അനവധി ആളുകളുണ്ട്. അത് വെറും പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രസംഗമാണ്. അല്ലേ? വിശ്വാസമാണ് കഷ്ടതയിലൂടെ തന്നെ കടന്നു. കഷ്ട സഹിക്കാൻ വാരം ദൈവം തന്നിട്ടുണ്ട്. അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ഏത് കഷ്ടം വന്നാലും, ഏത് പ്രതിസന്ധി വന്നാലും, ഏത് പ്രതികൂലം വന്നാലും നീ ആശയിൽ സന്തോഷിക്കണം. അല്ലേരിയ. പൗലൂസിന്റെ ലേഖനങ്ങളൊക്കെ അങ്ങ് വായിക്കണം കേട്ടോ. ദിവസം മുഴുവൻ വായിക്കണം. അല്ലെങ്കിൽ മുഴുവൻ വായിക്കും. തുടർമാനമായിട്ട് എല്ലാ ദിവസവും വായിക്കണം. അല്ലേരിയ. വേദപുസ്തകം എങ്ങനെ വായിക്കേണ്ട? തുടർമാനമായിട്ട്, ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് തുടർമാനമായിട്ട് വായിക്കണം. അല്ലേ? നിർത്താതെ വായിച്ചുകൊണ്ടേയിരിക്കണം. നിർത്താതെ വായിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ വലിയ കാര്യങ്ങൾ കാണാൻ കഴിയും. പിതാക്കന്മാരുടെ കൂടെ ഒരു ദൈവമുണ്ട്. ഞാനെപ്പോഴും പ്രാർത്ഥിക്കും, പറയും, കർത്താവേ, അബ്രഹാമിനോട് കൂടെ ദൈവമേ, ഇസ്ഹാക്കിനോട് കൂടെ ദൈവമേ, യാക്കോബിനോട് കൂടെ ദൈവമേ, യോസേഫിനോട് കൂടെ ദൈവമേ, എന്നോട് കൂടെ ഇരിക്കണം പറയും. ഞാനെപ്പോഴും അങ്ങനെ പറയും കേട്ടോ. കാരണം എനിക്കത് വലിയ ബലമാണ്. കാരണം ഞാൻ ഒറ്റപ്പെട്ടു പോയോ, സങ്കടപ്പെട്ടു പോയോ, അമ്മയൊക്കെ ഞാൻ ഓർക്കുന്ന സമയങ്ങളുണ്ട്. പലപ്പോഴും പരീക്ഷകളും പരിശോധനകളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എൻ്റെ ഹൃദയത്തിലെ ആശയൊക്കെ നശിച്ചു പോകത്തക്ക നെല്ലി പരിശോധന എനിക്കും കടന്നു വരാറുണ്ട്. അപ്പം ഞാൻ പറയും, അബ്രഹാമിന്റെ ദൈവമേ, ഇസ്ഹാക്കിന്റെ ദൈവമേ, യാക്കോബിന്റെ, യോസേഫിന്റെ ദൈവമേ, എന്നോട് കൂടി എൻ്റെ ആശയിൽ സന്തോഷിപ്പാൻ, ഈ കഷ്ടതയെ വിടിവിക്കാൻ തീർ കൂടി എന്ന് പറഞ്ഞോളി ശോധന എന്നിൽ നീക്കുവാൻ പരീക്ഷകൾ പോക്കുവഴി തരണമെന്ന് പറഞ്ഞ് ഞാനും പ്രാർത്ഥിക്കാൻ തുടങ്ങും. അന്നേരം എൻ്റെ ഹൃദയത്തിനകത്ത് എന്ത് ചെയ്യും? പരിശുദ്ധന്മാവിൽ ചൂട് പിടിക്കാൻ തുടങ്ങും. ഞാനും ദൈവത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങും. അത് നീ ആ അനുഭവത്തിലേക്ക് വരണം. നിന്റെ ജീവിതം ക്രിസ്തുവിനായിരിക്കണം. നിന്റെ ജീവിതം ക്രിസ്തുവിൽ ആശയിൽ സന്തോഷിച്ചുകൊണ്ട്, ക്രിസ്തുവിന് മഹത്വം കൊടുത്തുകൊണ്ട് നീ ദൈവത്തെ മുന്നിൽ നിർത്തണം. അല്ലേരിയ. സംഗീതക്കാരൻ പറഞ്ഞ പോലെ, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ച്, അവൻ എൻ്റെ വലത്തു ഭാഗത്തുള്ളത് കൊണ്ട് കുരുങ്ങിപ്പോകുകയില്ലെന്ന് സംഗീതം 16:8 വായിച്ചാൽ കാണാൻ കഴിയും. അല്ലേരിയ. അപ്പൊ നിങ്ങൾ യഹോവയെ എപ്പോഴും നിങ്ങളുടെ മുമ്പിൽ വെക്കണം. നിങ്ങൾ യേശുവിനെ എപ്പോഴും നിങ്ങളുടെ മുമ്പിൽ വെക്കണം. അവൻ നിന്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല എന്ന് നീ പറഞ്ഞ് ശത്രു കൊണ്ടുവരുന്ന തന്ത്രങ്ങൾ നീ ജയിച്ചിട്ട് നീ ആശയിൽ സന്തോഷിക്കണം. ശ്രോതാവേ, ആശയിൽ സന്തോഷിക്കണം സഹോദരി. അല്ലേരിയ. ഞാൻ ആദ്യ തലമുറയില്ലാത്ത കാര്യം പറഞ്ഞു. തലമുറയില്ലാത്ത ചിലർക്ക് ദൈവം തലമുറയെ തരാൻ ആഗ്രഹിക്കുക. വാഗ്ദത്തങ്ങൾ സന്തോഷിക്കുക, ആശയിൽ സന്തോഷിക്കുക. വീടില്ലാത്ത നിനക്ക് ദൈവം വീട് തരാൻ പോവുകയാണ്. സ്ഥലമില്ലാത്ത നിനക്ക് ദൈവം സ്ഥലം തരാൻ പോവുകയാണ്. പണമില്ലാത്ത ജീവിതത്തിൽ പണത്തിന് വഴി തുറക്കും. ജോലിയില്ലാത്ത ജോലികളെ ദൈവം തരും. നിന്റെ രോഗത്തെ ദൈവം മാറ്റും. നിന്റെ കഷ്ടതയെ മാറ്റും. നിന്റെ ദുഃഖത്തെ മാറ്റും. നിന്റെ ഒരു വിലാപത്തെ നൃത്തമാക്കി തീർത്ത ദൈവമുണ്ടെന്ന് രക്തം ചെയ്യും. പ്രൈസലോ. നിന്റെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. ലേലിയ. നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. ലോകത്തിലാർക്കും നിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ കഴിയത്തില്ല. നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ കഴിയുന്നവൻ യേശുവാ. അല്ലേ? വിശ്വസിക്കെങ്കിൽ കരമടിച്ച് ദൈവത്തെ ശ്രദ്ധിച്ചാട്ട. മാർത്തയുടെയും മറിയയുടെയും സഹോദരൻ മരിച്ചുപോയി ലാസർ. അല്ലേലിയ. യേശുവിനെ വിവരം അറിയിച്ചിട്ട് യേശു പിന്നെ 2 ദിവസം പാർത്തു. ആമീൻ. യേശു 4-ാം ദിവസം അവിടെ എത്തുന്നു. അല്ലേ? അല്ലേലിയ. അതാ മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായെന്നൊക്കെ പറഞ്ഞത്. അല്ലേലിയ. അപ്പം യേശു ക്രിസ്തുവിനെ അറിയാം. മാർത്തയും മറിയയുടെയും ജീവിതത്തിലെ ആശകൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. അവർ നിരാശയിലാണ്. ആശയിലിപ്പം നിരാശയില്ല. ആശ നഷ്ടപ്പെട്ടു പോയ നിരാശയിലിരിക്കുന്ന മാർത്തിയോടും മറിയോടും ഹല്ലേലൂയ യേശു പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. പ്രൈസലോ. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ആ പടികൾ ഞാൻ നിങ്ങൾ എടുത്ത് വിശ്വാസത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നെങ്കിൽ, മരിച്ചുപോയ ലാസറിനെ ജീവനോടെ പുറത്തുകൊണ്ട് മാർത്തയ്ക്കും മറിയയ്ക്കും കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ, അല്ലേരിയ, അവളുടെ സഹോദരനെ തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞ ഒരു യേശു ജീവിക്കുന്നുണ്ട്. ഇന്ന് പോലെ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ആശയിൽ സന്തോഷിക്കുക. നിന്റെ ജീവിതത്തിൽ തകർന്ന തരിപ്പണമായ അവസ്ഥ ദൈവം നിന്നെ കൈപിടിച്ചുയർത്തുവാൻ ആഗ്രഹിക്കുക. ഇന്ന് പകരം ഈ ബന്ധങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ ചില ജീവിതങ്ങളിൽ ദൈവം അത്ഭുതം ചെയ്യാൻ പോകുക. ചില കുടുംബങ്ങളിൽ ദൈവം അത്ഭുതം ചെയ്യാൻ പോകുക. തകർന്നിരിക്കുന്ന ചില കുടുംബങ്ങളെ പരിശുദ്ധാത്മ ഓർപ്പിക്കുക. ഹല്ലേലൂയ. മടുത്തു എന്ന് പറഞ്ഞ് ജീവിതം നിരാശയിലെ ചില കുടുംബങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ ആത്മ ഓർപ്പിക്കുക. ഹല്ലേലൂയ. നിന്റെ ഭർത്താവിന്റെ മദ്യപാനം കൊണ്ട്, നിന്റെ മക്കളുടെ വഴിവിട്ട ജീവിതം കൊണ്ട്, നിന്റെ മക്കളുടെ ലഹരി ഉപയോഗം കൊണ്ട്, നിന്റെ കുടുംബത്തിനകത്ത് കണ്ണുനീര്, അല്ലെങ്കിൽ ദാരിദ്ര്യമാണോ, ഇന്ന് മകൾ കർത്താവ് നിന്നൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആശയം നീ സന്തോഷിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്ക. കുടുംബത്തിന്റെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം തരാൻ പോവുകയാണ്. രക്തം ചെയ്യും. ഹല്ലേലൂയ.
വിശ്വാസമുണ്ടോ? അപ്പൊ ഇന്ന് ആശയിൽ സന്തോഷിക്കുക. ലേരിയ ആശയിൽ സന്തോഷിക്കണം. പ്രൈസ്. മനുഷ്യന്റെ വാക്കുകളൊക്കെ പലപ്പോഴും വ്യർത്ഥ വാക്കുകളാ. അല്ലേലിയ. മനുഷ്യൻ പറഞ്ഞാൽ വാക്ക് പാലിക്കണമെന്നില്ല, എന്നാൽ നമ്മുടെ ദൈവം പറഞ്ഞ വാക്ക് പാലിക്കും. അല്ലേ? മനുഷ്യരുടെ വാക്ക് മാറിപ്പോകും, നമ്മുടെ ദൈവത്തിന്റെ വാക്ക് മാറുന്നതല്ല. അതുകൊണ്ടാണ് മാലാഖയുടെ പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യം വായിക്കുന്നുണ്ട്. യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിന്റെ സന്തതികളെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. അതെ, നമ്മുടെ ദൈവം മാറുന്നവനല്ല, അവൻ മാറ്റം ഭവിക്കുന്നവനല്ല. നമ്മുടെ ദൈവം പറഞ്ഞാൽ ആ വാക്ക് ഉവ്വ ഉവ്വ എന്ന് മാത്രമാണ്. അതെ, നിന്റെ ജീവിതത്തിൽ ചെങ്കടലിൽ പെരുവഴി തുറന്നതുപോലെ നിന്റെ കഷ്ടതയുടെ മുമ്പിൽ ദൈവം ചില പെരുവഴികളെ തുറക്കാൻ ആഗ്രഹിക്കുക. അല്ലേലി. ആശയിൽ മടുത്തു പോകാൻ, ആശയിൽ സന്തോഷത്തിന് പ്രാർത്ഥിച്ചു തുടങ്ങ്. ദൈവം ചില പുതു വഴികളെ നിനക്ക് മുമ്പിൽ തുറക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലേലൂയ. ആമേൻ. നിനക്ക് നിന്റെ പിന്നിൽ നിൽക്കുന്ന എല്ലാ ശത്രു സൈന്യത്തെ തകർത്തുകൊണ്ട് ദൈവത്തിന് ചിലത് ചെയ്യുവാനുണ്ട്. വിശ്വസിക്കുന്നെങ്കിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ പ്രശ്നത്തിന് യേശു പരിഹാരം തരുമെന്നാണ് ഞാൻ പറയുന്നത്. പ്രൈസ്. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കും കാണുന്നുണ്ട്. ദൈവമക്കളായ നമുക്ക് 1000 വഴികളും സന്തോഷങ്ങളും ദൈവം തന്നിട്ടുണ്ട്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക്, അഥവാ ഈ പുസ്തകം, ഈ സത്യവേദ പുസ്തകം ചുമക്കുന്ന ഓരോ ദൈവഭക്തനും 1000 അല്ലെ ആമീൻ വഴികളും സന്തോഷവും ദൈവം തരുന്നുണ്ട്. ക്രിസ്തു നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് സന്തോഷമുണ്ട്. നമ്മൾ ആകുലരായി പോകണ്ട. യേശു നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് നീ ആകുലരായി പോകണ്ട. എന്നാൽ നീ സന്തോഷിക്കണം, ക്രിസ്തുവിൽ സന്തോഷിക്കണം. അല്ലേലിയ. മാത്രമല്ല, ഞാൻ നിങ്ങളെ വിട്ടു കൊടുക്കുകയില്ല, ഒരു നാളും കൈവിടില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല, എന്നെ കൈവിടുകയില്ലെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അല്ലേലിയ. എന്നൊക്കെ പറയാം, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കില്ല. ഹൃദയസ്പർശിയായ ഒരു വാക്യമാണ്. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ ഹൃദയസ്പർശിയായ വാക്യം. ആമീൻ. പൊന്നിനേക്കാൾ, തങ്കത്തെക്കാൾ, തേനിനേക്കാൾ, തേൻകട്ടേക്കാൾ ഹൃദയസ്പർശിയായ ഒരു വാക്യമാണ് കേട്ടോ. അല്ലേലിയ. ഈ ഞാൻ നിന്നെ കൈവിടില്ല, ഉപേക്ഷിക്കില്ലെന്ന് ഞാൻ പറഞ്ഞ വാക്കിന്റെ ആട് ചേർന്നില്ല. നാം പൊന്നിനേക്കാളും, തങ്കത്തെക്കാളും, തേനിനേക്കാളും, തേൻകട്ടേക്കാളും മധുരം. നിങ്ങൾ 19-ാം സങ്കീർത്തനം അതിന്റെ 7 ആ വാക്യം ഒന്ന് വായിച്ചു നോക്കണം. ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ആ വാക്യം എഴുതി വെച്ചിട്ടുണ്ട്. അല്ലേലിയ. അപ്പൊ നമ്മൾ ആശയിൽ സന്തോഷിക്കുന്ന സർവ്വതാവേ. അല്ലേലിയ. ദൈവം നിന്നെ കൈവിട്ട് കളയില്ല. അല്ലേലിയ. ദൈവവചനമായ ആ ദൈവവചനം നിന്റെ ഹൃദയത്തിനകത്ത് സന്തോഷവും ആനന്ദവും ഉണ്ടാക്കുന്നുവെന്ന് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 6-ാം വാക്യം വായിക്കുന്നുണ്ട്. ദൈവവചനം എന്റെ ഹൃദയത്തിനകത്ത് സന്തോഷവും ആനന്ദവും കൊണ്ടുവരും. മണവാളന്റെ മൃദുവായ ശബ്ദം കേൾക്കുന്നതിനാൽ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 3:29 വായിക്കുമ്പോൾ കാണാൻ കഴിയും. മണവാളൻ നമ്മുടെ ആൾറെഡി മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർ ഘോഷിക്കാൻ വരുത്തില്ല എന്ന് ആ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ മണവാളൻ നമ്മോട് കൂടെ ഉണ്ടെന്ന്. അല്ലേലിയ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അല്ലേലിയ. മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു, മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. അല്ലേലിയ. എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലേലിയ സ്വരം ഒന്നുകൂടെ വായിക്കുന്നു. അല്ലേലിയ. മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു, മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാട്ടിയുടെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. അല്ലേലിയ. അത് നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നീ എന്തിനു ഭാരപ്പെടണം? അല്ലേലൂയ. ദൈവത്തിന് അതാണ് ചോദിക്കുന്നത്. ഒന്ന് കൊരിന്ത്യർ 11:6 വായിച്ചാലും നമുക്ക് കാണാൻ കഴിയുന്നത് പ്രത്യാശയിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ നമുക്ക് സന്തോഷമുണ്ട്. പ്രത്യാശയിൽ നമുക്ക് ഉറച്ചു നിൽക്കണം. സകലത്തിനും മേലെ കർത്താവിന്റെ ആനന്ദത്തിന്റെ അനുഭവം നമുക്കുണ്ട്. സകലത്തിന് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ അല്ലേലൂയ നിങ്ങൾ സന്തോഷിക്കണം. അല്ലേലൂയ. അപ്പോൾ യേശുവിന്റെ അമ്മയായ മറിയം ആത്മാവിൽ ഉല്ലസിച്ചുവെന്ന് ലൂക്കോസ് സുവിശേഷം 1:47 വായിക്കുന്നുണ്ട്. ഇന്നും ആ ആനന്ദത്തെ നമ്മുടെ ഉള്ളിൽ തരുവാൻ വേണ്ടി നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുക. അല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ടൊരു സന്തോഷം. അല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ ദൈവം തരാൻ ആഗ്രഹിക്കുക. അല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നീയത. അല്ലേലൂയ. ആമേ സ്തോത്രം. ഇന്നും ആനന്ദത്തിന്റെയും ഉല്ലാസത്തിന്റെയും സന്തോഷം ദൈവം നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹം. അതിനുവേണ്ടിയാണ് യേശു ഭൂമിയിലേക്ക് വന്നത്.
അതിനു വേണ്ടിയിട്ടാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. ഹല്ലേലൂയ. സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാരിയും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാരിയും ദുഃഖത്തിന് പകരം ആനന്ദ ധൈര്യവും വിഷമ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുമെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61:3 വായിച്ചാൽ കാണാൻ കഴിയും. ഇവിടെയൊക്കെ ദൈവത്തിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തറിയോ? നമ്മളൊന്ന് ആശയം സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ്. ലേറിയ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങളെല്ലായ്പ്പോഴും സന്തോഷമായിരിക്കണം. സന്തോഷം നിങ്ങൾ നിറയട്ടെ. യഹോവയിലെ സന്തോഷം നമ്മുടെ ബലമാകുന്നു എന്ന് നെഹമ്യാവിന്റെ 8:10 വായിച്ചാൽ കാണാൻ കഴിയും. ലേറിയ സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാണ്. ഞാൻ ഈ വാക്യമൊക്കെ പറഞ്ഞു വിടുന്നത് ഈ വാക്യം നിങ്ങളുടെ ഉള്ളിൽ കയറാൻ വേണ്ടി വിവരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ. ഈ വാക്യങ്ങളൊക്കെ നിങ്ങളുടെ ഹൃദയം സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു, തകർന്ന മനസ്സും അസ്ഥികളെ അല്ലേരിയ ഉണക്കുന്നു എന്ന് സദൃശവാക്യം 17:22 വായിച്ചാൽ കാണാൻ കഴിയും. ഞാൻ വായിച്ചു വന്നിരിക്കട്ടെ. ആശയിൽ സന്തോഷിപ്പീൻ, അല്ലെങ്കിൽ കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ, പ്രാർത്ഥന വിട്ടിരിപ്പീൻ. അബ്രഹാമിനെ പോലെ നിന്റെ വിശ്വാസം വർദ്ധിക്കട്ടെ. ആമേൻ. നിർജ്ജീവമായ നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾക്കകത്ത് മാറ്റം തന്ന് വാഗ്ദത്തങ്ങളെ പൂർത്തീകരിപ്പാൻ കഴിയുന്ന ശക്തനായ ഒരു ദൈവമുണ്ട്. മാതാവേ, പിതാവേ, ഇന്ന് പകൽ നിന്റെ സാഹചര്യ പ്രശ്നങ്ങൾക്ക് യേശു പരിഹാരം നൽകാൻ പോവുകയാണ്. നീ ഇന്നലെ വരെ കരഞ്ഞു, ഈ നിമിഷം വരെ നീ കരഞ്ഞു. ഇനി നിന്റെ കരച്ചിലിന്റെ ശബ്ദം കേൾക്കാൻ നിന്റെ കണ്ണുനീര് തുടച്ച് നിന്റെ സന്തോഷത്താൻ ദൈവം നിറയ്ക്കാൻ പോവുകയാണ്. എല്ലാ കഷ്ടതകളും മാറ്റി, എല്ലാ രോഗബന്ധനങ്ങൾ, ശാപത്തിന്റെ പാപത്തിന്റെ രോഗത്തിന്റെ ബന്ധനങ്ങളെ അഴിച്ചിട്ട് ദൈവം നിനക്കൊരു വിടുതൽ നൽകുവാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കാനോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശ്വരന്റെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യം 800 കോടി ജനത്തിനായി ജാതിമത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ കുടിലോട്ട് കൊട്ടാരത്തെ വരെ പാർക്കുന്ന എല്ലാ ആദിവാസി ട്രൈബിലും എല്ലാ ഗോത്രവാസി ദ്വീപവാസികളെയും കർത്താവി സ്തോത്രങ്ങളിലെ ശൈശവത്തിലും ബാല്യകുമാരി യൗവനത്തിലും വാർത്തകളിൽ അനുഭവത്തിരവശങ്ങൾ യാചകോഷണ ചോട്ട തടമുറയിലായിരിക്കുന്ന വിവിധ രോഗബന്ധങ്ങൾ, കഷ്ടത്തിൽ, ശാപത്തിന്റെ കെട്ടിൽ കടന്നു പോകുന്ന, ജീവിതം തകർന്ന് തരിപ്പണമായി ജീവിതത്തിൽ നിരാശയിൽ കടന്നു പോകുന്ന, ദുഃഖത്തിൽ കടന്നു പോകുന്ന അനേക ജീവിതങ്ങൾക്കായി ഞങ്ങൾ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥി. എല്ലാ രാജ്യരാഷ്ട്രത്തലന്മാരെ, എല്ലാ ഫടസും, എല്ലാ മത നേതാക്കന്മാരെ എല്ലാം ഞങ്ങൾ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പോൾ അനുഭവത്തി കുടുംബങ്ങൾ നിരാശയുടെ സങ്കടത്തിൽ കടന്നു പോകുന്നതിനെതിരിൽ ആശയിൽ സന്തോഷിപ്പീൻ, കഷ്ടതയിൽ ഉജ്ഞാമി, സഹിഷ്ണുത, പ്രാർത്ഥന ഉറ്റിരിമി പറഞ്ഞ വചനത്തിൽ ഈ ജനം ആശയിൽ സന്തോഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി കാത്തിരിപ്പാൻ ജനത്തിന്റെ ആത്മീയങ്ങൾ തുറക്കേണ്ടനായി യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. പാപങ്ങൾ മാറിപ്പോകട്ടെ, ശാപങ്ങൾ മാറിപ്പോകട്ടെ, പരീക്ഷകൾ നീങ്ങിപ്പോകട്ടെ. പ്രതികൂലത്തിന്റെ നടുവിൽ തകർന്നു പോകാതെ വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ച് മുന്നേറുവാൻ സകല ജനത്തെ ഒരുക്കണമേ. ഇന്ന് പകൽ കർത്താവേ അനുഗ്രഹമാക്കണം. ലോകാമി കേരളത്തിന്റെ വിവിധമായ ഭാഗങ്ങളിൽ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അപകടങ്ങളില്ലാതെ, പ്രതിസന്ധികളില്ലാതെ, ജീവഹാനിയില്ലാതെ, നാശനഷ്ടങ്ങളില്ലാതെ മഴയ്ക്കും കർത്താവ് ചുഴലിക്കാറ്റിനും ശാന്തത നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജനജീവിത സാധാരണയിലേക്ക് തന്നെ പ്രാർത്ഥിക്കുകയാണ്. സകല മകത്ത് ഒരുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.